എപ്പോഴാ ഫസ്റ്റ് മീറ്റ് ചെയ്ത റഹ്മാൻ സാറിനെ? ഞാൻ രാജാ സാറിൻ്റെ വലിയ ഫാനാണ്. അന്ന് ഐ വാസ് ക്രേസി അബൌട്ട് രാജാ സാർ. അപ്പോൾ കോയമ്പത്തൂരിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് റോജ ഇറങ്ങിയപ്പോൾ മണിരത്നത്തിൻ്റെ ഫാനാണ്. അപ്പോൾ മണിരത്നം ഫിലിം പോയി കാണണം. അവിടെ പോയി അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് രാജാ സാറാണ് മ്യൂസിക്, മണിരത്നം മീൻസ് ഇളയരാജ മ്യൂസിക്. ബട്ട് ആ ഫിലിം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു റിയലൈസ് ദാറ്റ് ഇത് രാജാ സാറല്ല, അത് വേറെ സംബഡി എൽസ് ഹൂസ് അൺബിലീവബിൾ. യുനോ അത് ആ പുതുവെള്ളை മഴയും ചിന്ന ആസയും ആ പാട്ടുകൾക്ക്, പിന്നെ ആ റീ റെക്കോർഡിങ്ങും ആ ലവ് തീമൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദിസ് ന്യൂ മ്യൂസിക്, വാട്ട് ഈസ് ദിസ്? ഇത് നമ്മൾ കേൾക്കാത്ത ഒരു സൗണ്ടും കേൾക്കാത്ത ഒരു മ്യൂസിക്കായിരുന്നു. എന്താ പുറത്ത് വന്നിട്ട് കാസറ്റ് മേടിച്ചു, ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, ലൂപ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കാസറ്റ്. ആൻഡ് ദെൻ ഐ കോൾ മൈ ഫ്രണ്ട് രാജീവ് കുമാർ, ടി കെ രാജീവ് കുമാറിനെ വിളിച്ച്, ഇത് ആരാണ്, ഇത് പുതിയൊരു മ്യൂസിക് ഡയറക്ടർ റോജയിൽ, അത് നമ്മുടെ ആർ കെ ശേഖറിൻ്റെ മകനാണ്, നമുക്ക് വകുപ്പുണ്ടാക്കാം, നമുക്ക് നീ പോയി കാണാനായിട്ട് വകുപ്പുണ്ടാക്കും, ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ കോയമ്പത്തൂരിലായിരുന്നു. ഐ വെന്റ് ടു മദ്രാസ്. റഹ്മാനെ ജിജോ അല്ലേ, അണ്ണാജി ജിജോ അദ്ദേഹം വിളിച്ച് എൻ്റെ മുമ്പിലാണ് വിളിക്കുന്നത്. സോ ഹലോ, ഹായ് റഹ്മാൻ, ഐ കീപ് ഹിയറിങ് യുവർ സോങ്സ് വെറെവർ ഐ ഗോ, നിങ്ങളുടെ പാട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇവിടെ തമിഴിലാണ് സംസാരിക്കുന്നത്. there's somebody who's here, he wants to sing for you, one ശ്രീനിവാസൻ. സോ അവിടെ നിന്ന് ആൻസർ ഫ്രം റഹ്മാനസ്, ஏதாவது கேசட் ஏதாவது இருக்கா அவரோடது, റെക്കോർഡിങ് ഏതാவது இருக்கா? അപ്പോൾ ജിജോ എന്നെ നോക്കി, കാസറ്റ് എന്തെങ്കിലും ഉണ്ടോ, തൻ്റെ കാസറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലോ, അത് കാസറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഏത് കാസറ്റ്, ഞാൻ ബാത്റൂം സിംഗർ അല്ലേ എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞു. ബാത്റൂമിലെങ്കിലും കാണും. ബാത്റൂം സിംഗർ എന്ന് പറഞ്ഞപ്പോൾ ജിജോ ഇമ്മീഡിയറ്റ്ലി, ഈസ് ഓൺലി എ ബാത്റൂം സിംഗർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം പോയി തീർന്നു. റഹ്മാൻ അതുകൊണ്ടാണ് വിളിച്ചത്. ബാത്റൂം സിംഗർ സെൻഡ് ഹിം നൗ, കുളിക്കുന്ന ഒരാളെ. സോ അപ്പൊ അങ്ങനെ പോയി. അപ്പൊ ഒരു ഗസൽ എന്തോ പാടി, ഒരു ഗസൽ. അത് ആ സമയത്ത് വേറെ ഒരാളാണ് എടുത്തോണ്ടിരുന്നത്, എഞ്ചിനീയർ. പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹി കെയിം ഇൻ ആൻഡ് ദെൻ ഐ കെയിം ഔട്ട്. അപ്പോൾ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ വട്ടാണ്, അത് അത്രയേ ഉള്ളൂ. വട്ടാണെന്ന് മനസ്സിലായി. വട്ടാണെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും അയാൾ he decided I have to use this fellow. ജോലിയുള്ള സമയത്തല്ലേ? ജോലിയുള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് അണ്ണാച്ചിയെ കാണുന്നത്. ദാറ്റ് മീറ്റിംഗ് വാസ് മൊമെന്റസ്. ആദ്യമായിട്ട് ഞാൻ റഹ്മാനെ കാണുന്നത്. he told me one thing, ഞങ്ങൾക്ക് സിംഗേഴ്സ് ഷോർട്ട് നോട്ടീസിൽ വേണം. സോ ഇഫ് യു ചെന്നൈയിലാണെങ്കിൽ, മദ്രാസിലാണെങ്കിലും, മദ്രാസായിരുന്നു അന്നത്തെ കാലത്ത്, മദ്രാസിലാണെങ്കിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ദാറ്റ് ഐ ഡിസൈഡഡ്, എപ്പോഴെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ എടുത്ത് വരണമെന്ന്. ഈ അണ്ണാച്ചിയും കൂടെ കണ്ടു, ജോലിയും പോയി. ജോലി കളഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ തന്നെ. അണ്ണാച്ചി ആദ്യം തന്നെ പറഞ്ഞു എന്നോട്, നമ്മൾ നിലവൈ അழைத்து അമുദൂട്ടും തായും നീയേ ஐயா என்னை தான் தாலாட்டும் தமிழும் நீ ஊமை. ஊமை எனக்கு எனக்கு ஒளி தந்த தெய்வம், ஒளி தந்த தெய்வம் നീ. അല്ല, അണ്ണാച്ചിയുടെ കോമ്പോസിഷനാണ്. ആദ്യമായിട്ട് ഞാൻ പാടിയതാണ്. ഒരു മൈക്കിൽ ഒരു ടേക്കിൽ പാടിയ പാട്ടാണ് ഇതൊക്കെ. അത് ഒരു ടേക്കിൽ എങ്ങനെ പാടും? പോയി ശരത്തിന്റെ വീട്ടിൽ പോയി പാട്ട് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് അടുത്ത ദിവസം വന്ന് പാടും. കോയമ്പത്തൂരിൽ നിന്ന് വന്നാണ് ഞാൻ പാടിയത് ഈ പാട്ട്. അല്ല ശരത് സർ, ഈ പാട്ടിന് ശേഷമാണോ ജോലി രാജിവെക്കാൻ പറഞ്ഞത്? അല്ല, ജോലി രാജിവെക്കാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷെ ഇതും കൂടെ പാടി കഴിഞ്ഞപ്പോൾ വെപ്പിച്ച്. എന്ത് ധൈര്യത്തിലാ
സാർ രാജിവെച്ച് വരാൻ പറഞ്ഞു. അല്ല ഞാൻ ഈ അണ്ണാച്ചി ആദ്യം വന്ന് പാടുന്നത് രാജാ സാറിന്റെ എനിക്ക് അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കൊള്ളായിരുന്നു, അന്ന് നന്നായിട്ട് പാടായിരുന്നു. ആ അല്ല എനിക്ക് അറിഞ്ഞോടെ ഇപ്പൊ ഇത്രയും ബോറാവുമെന്ന് ഞാൻ പറയത്തില്ലായിരുന്നു. ഇല്ല പാടിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുങ്കുമച്ചിമ്മഴ് എന്നുള്ള ഫിലിമില് ഒരു രാജാ സാറിന്റെ നിലവ് അസാധ്യ പാട്ട്, അതിലൊരു സംഗതിയുണ്ട്, അത് മനോഹരമായിട്ട് പാടാം. എപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്ത്, എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അണ്ണാച്ചി വെച്ചടി വെച്ചടി ആപ്പിൾ പെണ്ണായി